കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ലെബനനിലെ കടലിലേക്ക് നോക്കിയ ആളുകൾ അത്ഭുതപ്പെട്ടത്. ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലായി അതൊരു ഭീമാകാരൻ ജപമാലയാണെന്ന്. നീന്തൽ പരിശീലകനായ ജോ അബ്ദേൽ സാറ്റർ കടലിൽ തീർത്ത ഫ്ലോട്ടിംഗ് ജപമാലയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. കത്തോലിക്ക സഭ പരിശുദ്ധ കന്യാമറിയത്തിനായി സമർപ്പിച്ചിരിക്കുന്ന മെയ് മാസത്തിൽ എന്ത് ചെയ്യാമെന്ന് ചിന്തിച്ച സമയമായിരുന്നു ഇത്തരത്തിൽ ഒരാശയം സാറ്ററിൻ്റെ മനസ്സിലുദിക്കുന്നത്. പിന്നീടങ്ങോട്ട് അതിനായുള്ള കഠിന പ്രയത്നമായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിരവധി സുഹൃത്തുക്കളുടെ സഹായത്തോടെ ജപമാലയുടെ നിർമ്മാണം പൂർത്തിയാക്കി. ഏകദേശം 330 അടി നീളമുള്ള ഈ ജപമാലയുടെ ജപമണികൾ നിലവാരമുള്ള പ്ലാസ്റ്റിക് കൊണ്ടും കുരിശ് വലിയൊരു മരവും ഉപയോഗിച്ചാണ് പൂർത്തിയാക്കിയിരിക്കുന്നത്. രാത്രി ഈ ഭീമാകാരൻ ജപമാലയിൽ ഘടിപ്പിച്ച ലൈറ്റുകൾ പ്രകാശിക്കുമ്പോൾ കാണുന്ന ഏതൊരാളെയും അമ്പരിപ്പിക്കുന്ന ഒരു കാഴ്ചയായി ഇത് മാറും. ഒരത്ഭുത കാഴ്ച എന്നതിനേക്കാൾ ഉപരി മറ്റുള്ളവർക്ക് പരിശുദ്ധ അമ്മയെക്കുറിച്ച് ചിന്തിക്കുവാനും ധ്യാനിക്കാനുമുള്ള എളുപ്പവഴി കൂടിയാണിത്. നിരവധി മാധ്യമങ്ങൾ കടലിൽ പ്രത്യക്ഷപ്പെട്ട ഈ ജപമാലയെയും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സാറ്ററിനെയും തേടിയെത്തി. അതോടൊപ്പം നിരവധി ആളുകൾ ഇത്തരത്തിൽ ഒരു പ്രവർത്തനത്തിന് മുൻകൈയെടുത്ത സാറ്ററിനെ അഭിനന്ദിക്കാനും രംഗത്തെത്തുന്നുണ്ട്.